ഹായ് ഗായ്സ്, തുപ്പൽ പൊട്ടാസ് ഹിയർ. ഈ വ്ളോഗ് ആക്ച്വലി ഒരു അരമുക്കാൽ മണിക്കൂർ മുമ്പ് തുടങ്ങണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി റോഡിൽ കൂടെ ലിറ്ററലി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അലാറം വെച്ചിട്ട് അടിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ലേറ്റായി. 6:30 ഇവിടെ നിന്ന് ഇറങ്ങണ്ടായിരുന്നു. 7 മണിയായിട്ടും ഇറങ്ങിയിട്ടില്ല. സോ നമ്മളുടെ സൺറൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് ലിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. ഗൈസ് ഓട്ടമാണോ ഗൈസ്? ഓട്ടം വെളുപ്പിന് തന്നെ ഓട്ടം. ഞാനിപ്പോൾ കൈമടക്കി വെച്ചോളൂ. ഒന്നുമില്ല. വരുന്ന വിദ്വാന് റീലെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ലേറ്റായി പോയി ഗൈസ്. ഹായ് സേ ഹായ്. ലേറ്റ് ആയതുകൊണ്ട് മസനഗുഡി വഴി നമ്മൾ വൈപ്പിലേക്കൊരു യാത്ര. അത് എൻ്റെ വീട്ടിലോട്ടല്ലേ പോണേ? വീട്ടിൽ പോയിട്ട് മസനഗുഡി വഴി വൈപ്പിലോട്ടൊരു യാത്ര കാഴ്ച. അവിടെ ചെല്ലുമ്പോൾ സൂര്യനൊക്കെ മറ്റേ തലയുടെ പൊക്കത്തുണ്ടാവും തോന്നുന്നു. സോറി ലിയോ. എടാ, ഞാൻ അലാറം വെച്ചിട്ടൊന്നും അടിച്ചില്ല. അലാറം അടിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ മറ്റേ ഇതുണ്ടല്ലോ, കോള് വരുമ്പോഴേക്കും അച്ഛൻ പറഞ്ഞ ഇതേടെ നിന്റെ മൊബൈൽ കത്തിക്കൊണ്ടിരിക്കണം. അച്ഛൻ തട്ടി വിളിച്ചിട്ട് ഇതേ മൊബൈൽ കത്തിക്കൊണ്ടിരിക്കണം. ഞാൻ നോക്കിയപ്പോൾ ലിയോ ടെറൻസ് 5 മിസ് കോൾ. ദൈവമേ, തീർന്ന്. ഹെൽമെറ്റ് ഉണ്ടോ? അപ്പൊ ശരി ഗായ്സ്, ഞങ്ങൾ മസനഗുഡി വഴി വൈപ്പിലോട്ട് പോട്ടെ. കാണാം. നമ്മൾ കാടും മലയും പുഴയും കടന്ന് കുഴിപ്പള്ളി ബീച്ചിൽ എത്തി. അതെ, അവരും എത്തി. ഇറങ്ങി ഇങ്ങോട്ട് ചെയ്യാ. നോക്കൂ ഗൈസ്, എൻ്റെ മുടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്? എൻ്റെ മുടി ഇരിക്കണമൊക്കെ മറ്റേ തലയിൽ ചട്ടി കമത്തി വെച്ചോളൂ. നോക്കൂ ഗൈസ്, സൂര്യപ്രകാശം അടിക്കുമ്പോൾ എന്ത് ഭംഗിയാണ് ലിയോയെ കാണാൻ. ഡ്രസ്സ് ഷൂട്ട് ചെയ്യേണ്ടതാണ്. ഇന്നത്തെ ഷൂട്ടിൽ തുണി മണിയൊന്നുമില്ല ഗൈസ്. വെയിലുള്ള സ്ഥലം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇപ്പുറത്ത് വെയിലുള്ള സ്ഥലത്തേക്ക് വന്നിരിക്കുന്നു. വല്ലാത്തൊരു കിടത്തിയാണ്. ഇവിടെ നോക്കി. ഇത് ഓക്കെ ആയിരിക്കില്ലേ? ഇങ്ങോട്ടൊന്ന് ഇതൊക്കെ ആണോ പ്രസവം കാണാം? അപ്പൊ അതിലേക്ക് നമ്മളിങ്ങനെ ആ ഒരു ആ ഫേസിൽ അത് ഇങ്ങനെ കൊണ്ടുവരണം. ഇത് വീഡിയോ എടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പോവാം, ഒരു ട്രയൽ പോയി നോക്കാതെ. ഓക്കെ, കണ്ട അത് മിസ്സായി പോണം. അപ്പൊ എന്നിട്ട് അത് സ്പീഡിൽ ഇതാക്കിക്കോ. കൈ കറക്കില്ലേ, അത് സ്പീഡിലാക്കിക്കോ. ഒന്നും കൂടെ ഇതേപോലെ ഇരിക്കും. ഹെൽമെറ്റ് വെച്ചിട്ടാണ് ഹെൽമെറ്റ് അതിന് മുമ്പ് മര്യാദക്ക് മുടി ഇരി വെച്ചിട്ടാണ് ഇരിക്കാൻ. കഴുത അല്ലേ? ചേട്ടൻ മാറി. ഓക്കെ, മാള് ബാക്ക് അടിച്ചോളാം. തെറ്റിപ്പോയി. ഒരു പ്രാക്ടീസ് വേണോ? ജസ്റ്റ് ക്യാമറ അല്ലാതെ. കളിച്ചില്ലേ? എനിക്ക് കക്കൂസിൽ പോണം ഗൈസ്. എന്താ ബീച്ച് കണ്ടിട്ട് അന്ന് തോന്നുന്നു. ഞാൻ പ്രാവശ്യം പോയിട്ട് വന്നു, പക്ഷെ എനിക്ക് പിന്നെ മുട്ടുന്നു. ഓക്കെ, റെഡിയാണോ? ഫുൾ പവർ ജിഗിൾ. ഓക്കെ,
അത് മാറിപ്പോയി. അത് കളിക്കാം. ഇല്ല ലിയോ പവറ് ഇങ്ങോട്ട് നോക്കണേ, ക്യാമറ നോക്കണേ. ഓക്കെ ഓക്കെ, ഇതിൽ പവർ തരണേ. ഇതെങ്കിലും നന്നാണ് ഈശ്വര. എനിക്ക് മറ്റേ തൈസ് കിട്ടി തുടങ്ങി. അറിയാവേണ്ടായിരുന്നു. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ ഇവിടെ ഉള്ളത് കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടിട്ട് കളിപ്പിക്കാം. ഇനി കടലിൽ കൊണ്ട് കളിപ്പിക്കാം. ഓ ദിസ് വിൽ ബി സോ ഗുഡ്. അറിയില്ല, ഞാൻ പറയാവേ. ഇങ്ങോട്ട് ആ ലൈറ്റ്. ഓ ഒരു പ്രാവശ്യം കൂടി പവർ ഒന്ന് കളിക്കാൻ പറ്റുമോ? കാല് കുത്തുമ്പത്തെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ആയിപ്പോ, അതുകൊണ്ട് ഒരു ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇല്ലടോ, ലാസ്റ്റ് ജയിക്കാന്നുള്ള രീതിയിൽ തന്നെ കളിച്ചു കേട്ടോ. ഒരു മോഡത്ത് തരുമോ? ലൈക്ക് ആ ഒരു സംഭവം. ലൈക്ക് പക്ഷേ ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിരിക്കണം, മനസ്സിലായോ? ലൈക്ക് 1 2 3 4. ഓക്കെ ഗായ്സ്, ഐ തിങ്ക് ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ലാസ്റ്റ് ടേക്ക്. ലിയോ ഇത് ചെയ്യും ഇല്ലേ? ലിയോ കൈകൾ ഉയർത്തി പേരെ നീ ചെയ്യില്ലേ? ഒന്നുകൂടി ചെയ്യോ. പവറ് കിടച്ചാച്ചാ കിടച്ചാച്ചു. ബ്രൈറ്റ് ഫ്യൂച്ചർ. അങ്ങനെ ഗൈസ്, നമ്മൾ ഒരു 10-14 ഷോട്ടോട് കൂടി
സംഭവം സെറ്റ് ബാക്കി നാളിന് ഇവന്റെ തെറ്റാണ്. നാളെ ഞാൻ 16 ഇയാളുടെ അപ്പൊ 20. അപ്പൊ ഗൈസ് അതോടുകൂടി നിങ്ങൾ കുടുംബസമേതം റീലെടുക്കാൻ വന്നില്ലേ? ഞങ്ങളുടെ ചെയ്യണ്ടേ? എന്നെ 1-2 ഫോട്ടോസ് എടുത്തിട്ടാകാം അടുത്ത. എടേ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. വേറെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് നിങ്ങളുടെ ജിമ്മ് പോസ്റ്റ് തന്നെ മതി അല്ലേ? ഇങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല. ഇത് കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ട്. ബാഗിന് ആ കയ്യിൽ ഇങ്ങനെ തൂക്കിക്കണേ എന്തെങ്കിലുമൊക്കെ അങ്ങനെ സുബില്ലാത്ത ബാഗ്. ഈ മാലൊന്ന് ഇപ്പുറത്തേക്ക് ഇട്ട് നോക്കി. ഗായ്സ് ഇനി നമ്മൾ ലിയോനെ ട്രാക്ക് സ്യൂട്ട് ഊരി ട്രാക്ക് സ്യൂട്ട് ഊരി വെള്ളത്തിൽ കൂടി നടക്കാൻ പോകുന്ന ഒരു ഏതാനും ചില ഏടുകൾ സാഹസിക പ്രകടനമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. പാവം അവിടെ നിന്ന് എന്തൊക്കെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് ഗായ്സ്. അങ്ങനെ വെള്ളത്തിൽ നടന്നു തരാൻ വരുന്ന ലിയോന്റെ ഇത് നോക്കുക. മിക്കവാറും എന്നെ യൂട്യൂബ് ബാൻ ചെയ്യും. ഇതെടുക്കണേ, ഞാൻ എഫേർട്ട് കാണിക്കുന്ന രീതിയിൽ ഞാനും കൂടെ പോവാം. പുള്ളിയുടെ ഒപ്പം പോയിട്ട് ഇതാക്കിട്ട് തരാം. ചെരുപ്പം അങ്ങോട്ടേക്കാം. പിന്നെ നോക്കി വെക്കുന്ന മേക്കെ പട്ടിയൊന്നും കടിച്ചിട്ടുണ്ടോ? എവിടെ മൊബൈലോടെ? ആ അങ്ങനെ കടലിൽ നിന്ന് കയറി ഒന്ന് എടുത്ത്. പേയ്മെന്റ് എങ്ങനെ? പേയ്മെന്റ് 1 ലക്ഷം മതി. ക്യാഷ് ആയിട്ട് എന്താണെങ്കിലും ആള് തന്നോളൂ. വെറുതെ പറഞ്ഞേ വാ. അടുത്ത എടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇപ്പൊ എന്തെങ്കിലും കഴിക്കാം. ഗായ്സ് ടയർഡായിരുന്നു, പക്ഷേ ടയർഡല്ല. ടയർഡാണെന്ന് പറഞ്ഞാൽ ലീവ് എന്നത് ഇങ്ങനെ മേടിച്ചിട്ടുണ്ടോ? ടയർഡോടെ ഞാൻ ഒട്ടും ടയർഡല്ല ഗൈസ്. എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് കക്കൂസ പോകാനും മുട്ടൊന്നുമില്ല, യാതൊരുവിധ പ്രശ്നങ്ങളും എനിക്കില്ല. പോവാ. അങ്ങനെ നമ്മുടെ കോച്ച് സാർ സ്വന്തം രൂപം തിരിച്ച് പ്രാപിച്ചിരിക്കുകയാണ്. തുണിമണിയൊക്കെ തിരിച്ചിട്ടു. കാലം മണ്ണ് കളഞ്ഞ് വരുമ്പോൾ ഉച്ചയാവും. ഗായ്സ് ഒരു കുടുംബസമേതം റീലെടുക്കാൻ വന്ന ആൾക്കാർക്ക് ഇനിയും എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടേ ഒരു വിടുള്ളൂ അല്ലേ? കുട്ടിയധികം വെയിലത്തേക്ക് പോകണ്ട കേട്ടോ. ക്യാമറമാന് കഷ്ടപ്പാടാണ്. എന്നതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കടി വീഡിയോ. എനിക്കറിയില്ല സ്റ്റെപ്പ് എങ്ങനെയാടി എന്റെ എടി സ്റ്റെപ്പ് എങ്ങനെയാ എന്റെ? അതാണ് സാധനം. 3, 2, 1 start. പറയാം 3, 2, 1 start. ചക്കായി പോണട്ടോ. ഞങ്ങൾക്ക് ഞങ്ങൾ ഓക്കെണോ? നീ കൊടുക്കണോ? 3, 2, 1 start. നൈസ്. ക്യാമറ ഇങ്ങനെ താനും 1, 3, 4 1, 2, 3, 4.
അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് 2 റീല് ഷൂട്ട് ചെയ്തു. പിന്നെ ലിയോൻ്റെ കുറച്ച് ചട്ടിപ്പുറത്തുള്ള കസരത്തും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ലിയോൻ്റെ വീട്ടിൽ പോയി പുട്ടും ചിക്കൻ കറിയും കഴിക്കാൻ പോവാണ്. അവിടെ പോയിട്ട് എനിക്ക് ഇങ്ങനത്തെ പേക്കൂത്ത് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ചിലപ്പം നിങ്ങൾ വ്ളോഗിൽ കാണും, അല്ലെങ്കിൽ അടുത്തവരേക്കും സന്ധിക്ക് വരെ വണക്കം. അല്ലല്ല, അടുത്തത് സന്ധിക്കും വരെ അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം തുപ്പൽപൊട്ട. ബൈ ബൈ.